നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാ വീണ വൈണികമാർക്കും, എല്ലാ വീണ വായിക്കുന്ന ബിഗിനേഴ്സിനും ഒരു എളുപ്പത്തിൽ മായ സായാക്കി വായിക്കുന്നതിനുള്ള ഒരു ചെറിയ സൂത്രമാണ്. ഞാൻ ആദ്യം പഠിക്കുന്ന കാലത്ത് ഞാനും മായ സായാക്കി വായിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ മായയുടെ നേരെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ആ സ്വരസ്ഥാനം മാറ്റിയിട്ട് വായിച്ച് പഠിച്ചു. പക്ഷേ ക്രമേണ ഞാനൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചു. എനിക്ക് മനസ്സിലായി, എൻ്റെ ഐഡിയയിൽ മനസ്സിലാക്കി അതെൻ്റെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവർക്കും വലിയ എളുപ്പമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും ഷെയർ ചെയ്ത് ഞാൻ കുറച്ച് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാ വൈനികമാർക്കും ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സരിഗമ മനസ്സ് എല്ലാ ഗുരുക്കന്മാരും സാധാരണ പഠിപ്പിക്കുന്ന ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഞാനും ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് സ്ട്രിങ് പഠിച്ച കൂടാതെ നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ മായുടെ ബാക്കിൽ സാ തന്നെയല്ലോ, തൊട്ടടുത്ത് എന്നിട്ട് നമ്മുടെ വലിയ ദ, അതായത് ചതുർശ്രീ ദൈവത്തിൻ്റെ ബാക്കിൽ തൊട്ടടുത്ത് മാ, താരസ്ഥായി സായുടെ ബാക്കിൽ പാ, തൊട്ടടുത്ത് ദ, താരസ്ഥായി ഗായുടെ ബാക്കിൽ നീ, താരസ്ഥായിയുടെ മായുടെ ബാക്കിൽ മാ. മായാണ് എന്താണ് താരസ്ഥായി, മായുടെ ബാക്കിൽ എന്താണ് താരസ്ഥായി സാ. സാ. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. തിരിച്ചും അതുപോലെ വായിക്കാം. ഇങ്ങനെ ശർലി വരിശയും പ്രാക്ടീസ് ചെയ്യുക. ശർലി വരിശയും സപ്തസ്വരവും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൈ നല്ലോണം ഇതായി കഴിയുമ്പോൾ നേരെ സെയിം പൊസിഷൻ നേരെ ഫസ്റ്റ് സിംഗിൽ വെച്ചേ. എന്നിട്ട് മായുടെ അപ്പോൾ മായിലല്ലേ വരുന്നത്. എന്നിട്ട് അതേപോലെ അതിന് ആ സെയിം പൊസിഷൻ നേരെ ഇപ്പുറത്തെ റീപ്ലേസ് ചെയ്യാതെ യാതൊരു രീതിയിലും നമ്മൾ സ്റ്റിക്കറൊന്നും ഒട്ടിക്കേണ്ട. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മായ സായാക്കി വായിക്കുന്നത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. എന്തിനാണ് മായ സായാക്കി വായിക്കുന്നത്? അത് കൂടുതലും നമ്മൾ, അതായത് ചില രാഗങ്ങൾ പുന്നാഗവരാളി, നാദനാമ, ക്രിയ, ചെങ്കുഞ്ചുരുട്ടി, പിന്നെ മധ്യമാവധി, ഇതെല്ലാം നമ്മൾ മധ്യമശ്രുതി രാഗങ്ങളാണ്. അപ്പം നമ്മൾ അതെന്തായാലും മായിൽ സായാക്കി തന്നെ വായിക്കും. പിന്നെ എല്ലാ സിനിമാ ഗാനങ്ങളും കൂടുതലും ഒന്നുകിൽ ശ്രുതി 6 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 3.5 എൻ്റെ വീണ 3.5 ആണെങ്കിൽ ആദ്യത്തെ ഇവിടെ വെച്ചാൽ സാ വെച്ചാൽ എന്താവും, ഇവിടെ വെച്ചാൽ എന്താവും 4, 4.5, 5, 5.5, 6. സായിൽ മായിലെത്തിയപ്പോൾ എന്ത് 6 ആയി. അപ്പോൾ 6 ശ്രുതിയിൽ ഉള്ള സിനിമാ ഗാനങ്ങളെല്ലാം നമ്മൾ ഈ മധ്യമത്തിൽ തുടങ്ങിയ ആ പാട്ടിൻ്റെ ശ്രുതി പിച്ചും ഇതിൻ്റെ പിച്ചും കറക്റ്റായിരിക്കും. സപ്പോസ് പായിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീണയുടെ ശ്രുതി കുറച്ചും കൂടെ കൂട്ടാം. നമുക്ക് വീണയ്ക്ക് മാക്സിമം 5 കൂട്ടാം. ചില വീണയ്ക്കൊക്കെ 5 വരെ കൂട്ടും, അതിനപ്പുറം കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതേസമയം ചില സിനിമാ ഗാനങ്ങളൊക്കെ 1-നായിരിക്കും, 1-എന്ന് വെച്ചാൽ 7 സി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് വീണയുടെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റില്ല. പക്ഷേ അതിന് പകരം നമ്മൾ ശ്രുതിഭേദം ചെയ്ത് വായിക്കും. കാരണം ഏത് സ്വരത്തിൽ നിന്നും നമുക്ക് പായിന്ന് വേണമെങ്കിലും നമുക്ക് സരിഗമ പദനിസ വായിക്കാം, മായി നമ്മൾ വായിച്ച പോലെ പായിന്നും വായിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. അപ്പോൾ അതായത് സെക്കൻഡ് സ്ട്രിങ്ങിൽ സരിഗമ പദനിസ വായിക്കുന്ന പൊസിഷൻ നേരെ അതുപോലെ ഫസ്റ്റ് സ്ട്രിങ്ങിലാക്കി കഴിഞ്ഞാൽ മായ സായാക്കി വായിക്കുന്ന പൊസിഷൻ കിട്ടും. ഇനി അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രാഗങ്ങൾ മാറ്റി മാറ്റി വായിക്കാൻ നമ്മളിപ്പം മായമളമൊക്കെ പഠിച്ചതുപോലെ അതിൽ നിന്ന് നമ്മൾ മോഹനം വായിക്കുന്ന പോലെ തൊട്ട് ചെറിയ രീതിക്ക് വരാൻ വലിയ രീതി, ചെറിയ ഇതാക്കി വരാൻ വലിയതാ, നീ ഇല്ലല്ലോ, അപ്പം താരസ്ഥായി ആയിരുന്നാലും വലിയതാ, അങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. ഞാനിതിൻ്റെ ഒരു പേജ് കോപ്പി, എങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പേജും കൂടി കോപ്പി എടുത്ത് ഇതിലിട്ടേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ വന്ന് നമുക്കറിയാമെന്നുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണണം. നമസ്കാരം.